ഓക്കെ, നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലേക്ക് വരാം. എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? Chemical kinetics is a branch of chemistry which deals with the study of the reaction rates, factors affecting on it, and the reaction mechanism. So, chemical kinetics എന്ന് പറയുന്നത് is a branch of chemistry. പഠിക്കുന്നത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച്. ഒന്ന്, റിയാക്ഷൻ റേറ്റ്, രാസപ്രവർത്തനത്തിൻ്റെ വേഗത. Then the factors affecting on it, ആ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ആൻഡ് റിയാക്ഷൻ മെക്കാനിസം. അത് റിയാക്ഷൻ മെക്കാനിസം എന്താണെന്ന് നമുക്ക് ആ ടോപ്പിക് എത്തുമ്പോൾ നമുക്ക് എന്താണെന്ന് പഠിപ്പിക്കാം. അതായിരിക്കും കൂടുതൽ ഉചിതം. ഓക്കെ, അങ്ങനെ റിയാക്ഷൻ റേറ്റിനെ കുറിച്ചും റിയാക്ഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചും റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ചും പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് കെമിക്കൽ കൈനറ്റിക്സ്. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള റിയാക്ഷൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകും. ഹൈഡ്രജൻ്റെ കുമിളകൾ നിങ്ങൾ കണ്ടതാണ്, ഗ്യാസായിട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, ഇവിടെ ഇത് രണ്ട് പേരെയും നമ്മൾ വിളിക്കുന്ന പേര് റിയാക്റ്റൻസ് എന്നാണ്. ഇത് രണ്ട് പേരെയും നമ്മൾ വിളിക്കുന്ന പേര് പ്രോഡക്ട്സ് എന്നാണ്. ഓക്കെ, ഞാനിവിടെ 10 മണിക്ക് 1 ഗ്രാം മഗ്നീഷ്യം എടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടു. ഞാൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കൺസിഡർ ചെയ്യുന്നുമില്ല. പോട്ടെ, 10 ഞാനിട്ട മഗ്നീഷ്യം കാണാനില്ല. ദാറ്റ് മീൻസ് മഗ്നീഷ്യം ഈസ് കംപ്ലീറ്റ്ലി റിയാക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, 10 മിനിറ്റ് കൊണ്ട് 1 ഗ്രാം മഗ്നീഷ്യം പ്രവർത്തിച്ചു എന്നാണ്. ക്ലിയർ ആയില്ല? നോക്ക്, 10 മണിക്കാണ് ഞാൻ ഇട്ടത്. 10 ഇട്ട മഗ്നീഷ്യം കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് മാറിയെന്ന് പറഞ്ഞാൽ അതിനെ അവിടെ കാണാനില്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഇതാണ്, 10 മിനിറ്റ് കൊണ്ട് 1 ഗ്രാം മഗ്നീഷ്യം പ്രവർത്തിച്ചു. ഞാനെന്ന് എഴുതാം, 10 മിനിറ്റ് കൊണ്ട് പ്രവർത്തിച്ച മഗ്നീഷ്യത്തിന്റെ അളവ് 1 ഗ്രാം എങ്കിൽ 1 മിനിറ്റിൽ പ്രവർത്തിച്ച മഗ്നീഷ്യത്തിന് അളവെന്ന് പറഞ്ഞു നോക്കിയേ. 1 മിനിറ്റിൽ എത്ര പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ 1/10 ഈസ് ഈക്വൽ ടു 0.1. യൂണിറ്റ് കൂടെ ഒന്ന് കൊടുത്താലോ, ഗ്രാം പെർ 10 മിനിറ്റാ, ഗ്രാം പെർ മിനിറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മൾ വിളിക്കുന്ന പേരെന്താ? റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ മുകളിൽ എന്താ? 1 എന്ന് പറഞ്ഞാൽ ആരുടെ അളവാ? മഗ്നീഷ്യത്തിന്റെ അളവ്. ആരാ മഗ്നീഷ്യം? റിയാക്റ്റന്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആ 1ന് പകരം എമൗണ്ട് ഓഫ് റിയാക്റ്റന്റ് എന്ന് കൊടുത്തു. എന്താ? 10 പ്രവർത്തിക്കാനെടുത്ത സമയം. 10 മണിക്കിട്ട് 10 മഗ്നീഷ്യം പ്രവർത്തിച്ചു തീർന്നു. അപ്പൊ പ്രവർത്തിക്കാനെടുത്ത സമയമാണ് 10 മിനിറ്റ്. അപ്പോൾ ടൈം ടേക്കൺ ഫോർ ദ റിയാക്ഷൻ. പോട്ടെ, അപ്പോൾ എമൗണ്ട് ഓഫ് റിയാക്റ്റന്റ്, പ്രവർത്തിച്ച റിയാക്റ്റന്റിന്റെ അളവ് ഭാഗം ടൈം ടേക്കൺ. ഇതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടുത്തെ റിയാക്റ്റന്റ് നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്. മഗ്നീഷ്യം ഉണ്ടായിരുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിരുന്നു. എത്ര ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മഗ്നീഷ്യത്തിന് അളവ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇവിടെ റിയാക്റ്റന്റ് കൺസിഡർ ചെയ്ത ഒരാളെ അല്ലേ, അപ്പൊ അത് വ്യക്തമായിട്ട് പറയണം. എമൗണ്ട് ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റന്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എമൗണ്ട് ഓഫ് എനി വൺ ഓഫ് ദ റിയാക്റ്റന്റ് റിയാക്റ്റഡ് ബൈ ടൈം ടേക്കൺ. ഇതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇനി നമുക്ക് പ്രോഡക്ട്സിലേക്ക് വരാം.
പ്രോഡക്ട്സിലേക്ക് വരുമ്പോഴും നമുക്ക് പ്രോഡക്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ പറയാൻ പറ്റും. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കുക, എമൗണ്ട് ഓഫ്, ഞാൻ അതിവിടെ വ്യക്തമായിട്ട് എഴുതാൻ പോവേണേ, എനി വൺ ഓഫ് പ്രോഡക്റ്റ്, എനി വൺ ഓഫ് പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മതി ബൈ ടൈം ടേക്കൺ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എനി വൺ ഓഫ് എന്നുകൂടെ ചേർക്കണം. ഞാൻ ആദ്യം എനി വൺ ഓഫ് റിയാക്റ്റഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ റിയാക്റ്റൻ്റ് ആകുമ്പോൾ പ്രവർത്തിച്ചതാണ്, അതാണ് റിയാക്റ്റഡ് എന്ന് പറഞ്ഞത്. പ്രോഡക്ട്സ് ആകുമ്പോഴോ ഫോംഡ്, പ്രോഡക്ട്സ് ഉണ്ടാവുകയാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് എനി വൺ ഓഫ് ദ പ്രോഡക്ട്സ് ഫോംഡ്, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് ഭാഗം സമയം അല്ലെങ്കിൽ ടൈം ടേക്കൺ, ഇതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്ലിയർ ആയി കാണും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ. Thus, rate of a reaction is defined as the decrease in the concentration of any one of the reactants per unit time or increase in the concentration of any one of the products per unit time. ഓക്കെ, നമ്മളിനി ഒരു ജനറൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ നോക്കിയേ, എ ഗീവ്സ് ബി എന്ന് നിങ്ങൾക്ക് കാണാം. അതിൽ എ എന്ന് പറയുന്നത് റിയാക്റ്റൻസും ബി എന്ന് പറയുന്നത് പ്രോഡക്ട്സുമാണ്. അത് നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾ ആ തൊട്ട് താഴെ എ ഗീവ്സ് ബി എന്നുള്ളതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിനകത്ത് നോക്കിയേ, ആദ്യത്തെ ബോക്സിനകത്തുള്ളത് മൊത്തം എ ആണ്. സമയം കഴിയുന്നതനുസരിച്ച് എയുടെ അളവ് കുറഞ്ഞു വരികയും ബിയുടെ അളവ് കൂടി വരികയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ബി ആണ് ആ ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടൈം കഴിയുന്ന മുറയ്ക്ക് നോക്കി വന്നേ, എയുടെ അളവ് കുറയുന്നു, ബിയുടെ അളവ് കൂടുന്നു. അപ്പോൾ ഇതാണ് ഗ്രാഫിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, സമയം കഴിയുന്നതനുസരിച്ച് എയുടെ അളവ് ഇങ്ങനെ, ആ ബ്ലാക്ക് ലൈൻ നോക്കിയേ, 40, 30, ഇങ്ങനെ 20, ഇങ്ങനെ സമയം കഴിയുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നത് കാണാം. അതേസമയം നിങ്ങൾ ആ റെഡ് ലൈൻ ഉപയോഗിച്ച് വരച്ചിരുന്ന ഗ്രാഫ് നോക്കിയേ, സമയം കഴിയുന്നതനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നതായിട്ടും കാണാം. അപ്പോൾ ഇവിടെ കൂടിയാലും കുറഞ്ഞാലും അത് ചേഞ്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കിയേ. അപ്പോൾ എയുടെ അളവ് സമയം കഴിയുന്നതിനനുസരിച്ച് കുറയും. അതാണ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. ആ ഫ്രണ്ടിലെ മൈനസ് സൈൻ നോക്കിയേ, ഡിക്രീസ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. അതേസമയം തൊട്ട് താഴത്തെ ഇക്വേഷൻ നോക്കിയേ, ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, സ്ക്വയർ ബ്രാക്കറ്റ് സൂചിപ്പിച്ചിരിക്കുന്നത് കോൺസെൻട്രേഷനെയാണ്. അപ്പോൾ ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ടൈം ടേക്കൺ. അവിടുത്തെ സൈൻ ഇട്ടിട്ടില്ല, പക്ഷെ അത് പോസിറ്റീവ് സൈനാണ്. നമുക്കറിയാം സമയം കഴിയുന്നതോറും കോൺസെൻട്രേഷൻ കൂടും എന്നുള്ളത് കൊണ്ടാണ് പോസിറ്റീവ് സൈൻ. എന്നാൽ മുകളിലത്തേതിന് നെഗറ്റീവ് സൈൻ വരാനുള്ള കാരണം സമയം കഴിയുന്നതോറും കോൺസെൻട്രേഷൻ കുറയും എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈസ് ഇറ്റ് ക്ലിയർ? അടുത്തത് ഒരു റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ജനറൽ കെമിക്കൽ ഇക്വേഷനാണ്. എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. നിങ്ങൾക്കറിയാവുന്നതുപോലെ എയും ബിയും റിയാക്റ്റൻസ് ആണ്, സിയും ഡിയും പ്രോഡക്ട്സ് ആണ്. ഇനി മുന്നിൽ എഴുതിയിരിക്കുന്ന ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് അതിലെ മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. അപ്പോൾ ചെറിയ എ, ചെറിയ ബി, ചെറിയ സി, ചെറിയ ഡി എല്ലാം അതിലെ മോളിക്യൂൾസിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കും. എങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഈ മുന്നേ എഴുതിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിനെ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ, അവരെ നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ റേറ്റ് എക്സ്പ്രഷനിൽ എപ്പോഴും സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് റെസിപ്രോക്കലായിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾ അത് ഇക്വേഷൻ കണ്ടാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം റെസിപ്രോക്കലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ സമയം കഴിയുന്തോറും കുറയും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ആ റിയാക്റ്റൻസിൻ്റെ 2 പേരുടെ സ്ഥലത്ത് മൈനസ് ഇട്ടിരിക്കുന്നത്. ഇനിയോ പ്രോഡക്ട്സിൻ്റെ സ്ഥലത്ത് സമയം കഴിയുന്തോറും പ്രോഡക്ട്സിൻ്റെ അളവ് കൂടും എന്നുള്ളത് കൊണ്ട് പ്ലസ് ആണ്. ആ സൈൻ കൊടുത്തിട്ടില്ല, പക്ഷേ കൊടുത്തിട്ടില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം. ഇനി ഈ 2 ഇക്വേഷൻ എന്താണ് മുകളിൽ താഴെ എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് ആവറേജ് റേറ്റിൻ്റെയും ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെയും ഇക്വേഷൻസ് ആണ്. എന്താണ് ആവറേജ്, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് എന്നുള്ളത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ ആ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ആവറേജ് റേറ്റ് വരുമ്പോൾ ഡെൽറ്റ എന്ന അക്ഷരവും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് വരുമ്പോൾ ഡി എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ,
റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നതിൻ്റെ കൂടുതൽ എക്സാമ്പിളുകളിലേക്ക് പോകാം. Hg plus Cl2 gives HgCl2. അതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ നോക്കിയേ, മൈനസ്, കാര്യം റിയാക്റ്റൻ്റ് ആയതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. ഡെൽറ്റ Hg ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ Cl2 ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ HgCl2 ബൈ ഡെൽറ്റ ടി. ഓക്കെ, പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അത് മൈനസ് സൈൻ കൊടുക്കാത്തത്. അടുത്തത് 2Hi gives H2 പ്ലസ് I2. അതിൽ റിയാക്റ്റൻ സൈഡിൽ നിങ്ങൾ കണ്ടു സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2 കണ്ടല്ലോ. ആ 2 റെസിപ്രോക്കലായിട്ട് എഴുതണം. റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസും കൊടുക്കണം. അതാണ് -1/2 ഡെൽറ്റ Hi ബൈ ഡെൽറ്റ ടി. ബാക്കിയെല്ലാം ഓക്കെ, പഴയതുപോലെ തന്നെ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, തന്നിട്ടുള്ള ഇക്വേഷൻ്റെ മുകളിൽ ഇപ്പോൾ നെഗറ്റീവ് സൈൻ, പോസിറ്റീവ് സൈൻ ഇതൊക്കെ കാണും. ഇനി നിങ്ങൾ എന്ത് തന്നിട്ടുണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ തന്നിട്ടുള്ളത് അതിനെ നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതണം. ഇത്ര മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കിയേ, 5 കണ്ടു. 5 കണ്ടുകൊണ്ട് 5 സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്, റെസിപ്രോക്കലായിട്ട് എഴുതി. അപ്പോൾ എന്ത് വന്നു? 1/5. അത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ടാണ് മൈനസ് സൈൻ കൊടുത്തത്. അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം എഴുതിയിരിക്കുന്നത്. സോ ബാക്കി മൈനസ് ഡെൽറ്റ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് BrO3 മൈനസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു -1/6 ഡെൽറ്റ H പ്ലസ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇതുവരെ എന്തുള്ളൂ? റിയാക്ഷൻസ് ഉള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് മൈനസ് സൈൻ ഇടത്തില്ല. ഇനി പ്ലസ് 1/3 ഡെൽറ്റ Br2 ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു പ്ലസ് 1/3 ഡെൽറ്റ H2O ബൈ ഡെൽറ്റ ടി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലായിടത്തും ഈസ് ഈക്വൽ ടു ആണ് ഇടേണ്ടത്. പലരും പരീക്ഷയെ ചോദിക്കും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പ്ലസ് ഉള്ളിടത്ത് പ്ലസ് ഇടും, ആരോ മാർക്ക് അതായത് ഗീവ്സ് എന്നുള്ള സിമ്പൽ ഉള്ളിടത്ത് അങ്ങനെ ഇട്ടാണ് പലപ്പോഴും ഇക്വേഷൻ എഴുതി പരീക്ഷയെ കൊടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലായിടത്തും ഈസ് ഈക്വൽ ടു ഇട്ട് മാത്രമേ എഴുതാവൂ. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഡ് ഓഫ് റിയാക്ഷൻസ്, the reactions can be mainly classified under 3 headings. Okay, first one, the reactions which occurs within a fraction of second. ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷനുള്ളിൽ തന്നെ ഒരു റിയാക്ഷൻ നടന്നു കഴിയുകയാണെങ്കിൽ അത്തരം റിയാക്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേര് ഫാസ്റ്റ് റിയാക്ഷൻസ് എന്നാണ്. ഇപ്പോൾ എക്സ്പ്ലോഷൻ ഓഫ് ഗൺ പൗഡർ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ അയോണിക് റിയാക്ഷൻസ്, ഉദാഹരണത്തിന് സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷൻ, ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഒക്കെ ഫാസ്റ്റ് റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. എന്നാൽ ചില റിയാക്ഷൻസ് വളരെ സാവധാനത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. അത്തരം റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ലോ റിയാക്ഷൻസ് എന്നാണ്. ദ റിയാക്ഷൻസ് വിച്ച് ഒക്കേഴ്സ് വെരി സ്ലോലി ആർ കോൾഡ് സ്ലോ റിയാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, ദ റസ്റ്റിംഗ് ഓഫ് അയൺ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആൻഡ് മോയ്സ്ചർ. അപ്പോൾ ഈർപ്പത്തിൻ്റെയും വായുവിൻ്റെയും സാന്നിധ്യത്തിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഒരു സ്ലോ റിയാക്ഷന് ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഇനിയുണ്ട് ചില റിയാക്ഷൻസ് വളരെ വേഗത്തിലും അല്ല എന്നാൽ വളരെ സാവധാനത്തിലും അല്ല. അത്തരം റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് മോഡറേറ്റ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് വിത്തിൻ എ മോഡറേറ്റ് സ്പീഡ് ആർ കോൾഡ് മോഡറേറ്റ് റിയാക്ഷൻസ്. ആൻഡ് ദ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആർ ദ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ, ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച്. ഇത് 2 കൺസെപ്റ്റ് നമുക്ക് പിന്നീട് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, okay, next we study about the average rate and instantaneous rate, and first we have to study what is an average rate. Okay, അപ്പോൾ എപ്പോഴും കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ച് ബോറടിച്ചത് കൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ മാറ്റി നമുക്ക് മറ്റൊരു കൺസെപ്റ്റിലേക്ക് വരാം. നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ഒരു തീറ്റ മത്സരമാണ്. ഓക്കെ, ഒരു ഇഡ്ഡലി തീറ്റ മത്സരമാണെന്ന് ഇരിക്കട്ടെ. അതിൽ നമുക്കറിയാമല്ലോ സമയം കഴിയുന്നതോറും കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ പോലെ തന്നെ ഇഡ്ഡലി തീറ്റ മത്സരത്തിൽ സമയം കഴിയുന്നതോറും കോൺസെൻട്രേഷൻ കുറയും. നമുക്ക് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ആവറേജ് റേറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സമയം 0, അങ്ങനെ സമയമില്ല എന്നറിയാം, എങ്കിലും നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിലാണ് 0 എന്ന് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ മുന്നിൽ 100 ഇഡ്ഡലി ഉണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളുടെ മുന്നിലുള്ള ഇഡ്ഡലികളുടെ എണ്ണം 80 ആയി. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് 70 ആയി. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് 65 ആയി. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് 62 ആയി.
അപ്പോൾ ഇതിൽ നമുക്ക് കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലായി. നമുക്കൊന്ന് ജസ്റ്റ് എന്താണെന്ന് നോക്കാം. 10 മിനിറ്റിൽ അയാൾ എത്ര ഇഡ്ഡലി തിന്ന് കാണും? 100ൽ നിന്ന് 80 ആയെങ്കിൽ 20 ഇഡ്ഡലി തിന്ന് കാണും. അപ്പോൾ ബാക്കി 80 എണ്ണം അയാളുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്കറിയാം തിന്ന ഇഡ്ഡലികളുടെ എണ്ണം 20. തിന്നാനെടുത്ത സമയമോ 10 മിനിറ്റ്. എങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ്. ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? നമുക്ക് 2 ഇഡ്ഡലി പെർ മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ അയാൾ 1 മിനിറ്റിൽ എത്ര ഇഡ്ഡലി തിന്നു എന്ന് മനസ്സിലാക്കാം. 2 ഇഡ്ഡലി തിന്നു എന്ന് മനസ്സിലാക്കാം. പോട്ടെ, അടുത്ത 10 മിനിറ്റിലെ റേറ്റ് എത്രയാ? തിന്ന ഇഡ്ഡലികളുടെ എണ്ണം 80ൽ നിന്ന് 70 ആയി. അപ്പോൾ 10. തിന്നാനെടുത്ത സമയമോ 10ൽ നിന്ന് 20 മിനിറ്റ് ആയപ്പോഴാണ് ഈ ഇഡ്ഡലികളുടെ എണ്ണം 10 ആയിട്ട് കുറഞ്ഞത്. അപ്പോൾ 10 ഈസ് ഈക്വൽ ടു 1 ഇഡ്ഡലി പെർ മിനിറ്റ്. അപ്പോൾ സമയം കഴിയുന്നതനുസരിച്ച് റേറ്റും കുറയുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തതിൽ നമുക്ക് നോക്കാം. തിന്ന ഇഡ്ഡലികളുടെ എണ്ണം എത്ര? 70ൽ നിന്ന് 65 ആയി. അപ്പോൾ വെറും 5 ഇഡ്ഡലി, അതിനും 10 മിനിറ്റ് എടുത്തു. സോ 0.5 എന്ന് വെച്ചാൽ അര ഇഡ്ഡലി വെച്ച് അയാൾ 1 മിനിറ്റിൽ തിന്നു എന്നർത്ഥം. ഇങ്ങനെ നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ മൊത്തത്തിലൊരു കാര്യം നോക്കി. ഇവിടെ നമ്മൾ ഇത്രയും കൺസെപ്റ്റ് പഠിച്ചല്ലോ. ഇനി നമുക്ക് മറ്റൊരു കൺസെപ്റ്റിലേക്ക് വരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 40 മിനിറ്റ് മൊത്തത്തിലെടുത്തേ. 40 മിനിറ്റ് മൊത്തത്തിലെടുത്തപ്പോൾ ഈ തുടക്കത്തിലുള്ള സമയത്തെ ഞാൻ T1 എന്നെടുത്തു. 40 എന്നുള്ള ഫൈനൽ സമയത്തെ ഞാൻ T2 എന്നെടുത്തു. തുടക്കത്തിലെ കോൺസെൻട്രേഷനെ ഞാൻ R1 എന്നെടുത്തു. ഫൈനൽ കോൺസെൻട്രേഷൻ ഞാൻ R2 എന്നും എടുത്തു. എങ്കിൽ 40 മിനിറ്റിലെ മൊത്തത്തിലെ റേറ്റ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു മൊത്തം തിന്ന ഇഡ്ഡലികളുടെ എണ്ണം നോക്കിയേ. 100ൽ നിന്ന് 62 ആയിട്ട് മാറി. അപ്പൊ തിന്ന ഇഡ്ഡലികളുടെ എണ്ണം എത്ര? 38. തിന്നാനെടുത്ത സമയമോ 40. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, 38നെ 40 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എപ്പോഴും 1ൽ കുറവായിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ ആദ്യത്തെ 10 മിനിറ്റിലെ റേറ്റ് നോക്കിയേ. 2 ഇഡ്ഡലി പെർ മിനിറ്റ് എന്നാണ് കിട്ടിയത്. അടുത്ത 10 മിനിറ്റിൽ 1 ഇഡ്ഡലി പെർ മിനിറ്റ് എന്നാണ് കിട്ടിയത്. അപ്പൊ സമയ ഇടവേള ഇവിടെ നോക്കേ 40 മിനിറ്റ് ആയിട്ട് കൂടി. അങ്ങനെ ഒരു പ്രത്യേക റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷന്റെ 2 സമയത്തിലുള്ള അളവെടുക്കുന്നു. ഇപ്പൊ നോക്കിയേ, 0 സമയത്തിൽ 100 ഇഡ്ഡലി എന്നും 40ാമത്തെ മിനിറ്റിൽ 62 ഇഡ്ഡലി എന്ന് എടുത്തപ്പോൾ അവിടെ ഡിഫറൻസ് എത്ര കിട്ടി? 38 കിട്ടി ബൈ 40. ഇതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് റേറ്റ്. ഓക്കെ, ഈ 38 എന്നുള്ളത് നമുക്ക് എന്താണെന്ന് നോക്കാം. R2 മൈനസ് R1. 40 എന്തെന്ന് നോക്കാം. T2 മൈനസ് T1. ഇനി ഞാൻ എന്താണ് ആവറേജ് റേറ്റ്? R ആവറേജ് ഈസ് ഈക്വൽ ടു ഇതിന്റെ ഫ്രണ്ടിൽ ഞാനൊരു മൈനസ് സൈനൂടെ കൊടുക്കുകയാണ്. എന്തിനാ മൈനസ് കൊടുത്തതെന്ന് അറിയാമോ? സമയം കഴിയും തോറും കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ മൈനസ് കൊടുത്തത്. ഇനി നമുക്കിത് ശരിയായോ നോക്കാം. മുകളിലത്തെ ഇക്വേഷനിലേക്ക് വന്നോ നോക്കാം. R ആവറേജ് ഈസ് ഈക്വൽ ടു മൈനസ് R2 എത്ര? 62 മൈനസ് R1 എത്ര? 100 ബൈ T2 എത്ര? 40 മൈനസ് 0 ഈസ് ഈക്വൽ ടു മൈനസ് 62 100 കുറച്ച് എത്ര? മൈനസ് 38 ബൈ 40 ഈസ് ഈക്വൽ ടു മൈനസ് മൈനസ് കൊണ്ട് എന്ത് വരും? പ്ലസ് വരും. അപ്പോൾ 38 ബൈ 40. ഇതാണ് ആവറേജ് റേറ്റ്. അപ്പോൾ ഇത് തന്നെയാണോ ഏറ്റവും മുകളിൽ എഴുതിയത് നോക്കാം. യെസ്, ഏറ്റവും മുകളിൽ അത് തന്നെ.
അപ്പോൾ ആവറേജ് റേറ്റ് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, -(r2 - r1/T2 - T1). ഇതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് റേറ്റ്. അപ്പോൾ എന്താണ് ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ, എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നോട്ടിംഗ് the concentration of one of the reactants. The concentration of one of the reactants. ഇവിടെ ഇഡ്ഡലി മാത്രമാണ് എടുത്തത്. The concentration of one of the reactants. ഇഡ്ഡലിയുടെ എണ്ണം ഇവിടെ 100, ഇവിടെ 62. അപ്പോൾ noting the concentration of one of the reactants at two different times. കണ്ട, T1, T2. അപ്പോൾ ഒരു റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ 2 പ്രാവശ്യം, അതായത് 2 സമയത്തിൽ നമ്മൾ എടുക്കണം. ഇപ്പൊ നോക്ക്, T1 ആയിരുന്നപ്പോൾ കോൺസെൻട്രേഷൻ 100, T2 ആയിരുന്നപ്പോൾ കോൺസെൻട്രേഷൻ എത്ര? R2, അതാണ് 62 എങ്കിൽ അപ്പോൾ ഒരു റിയാക്റ്റൻസിന്റെ 2 സമയത്തുള്ള കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് റേറ്റ്. So it is calculated by using the equation -(r2 - r1/T2 - T1). The negative sign indicates that as time proceeds the concentration decreases. Okay, നമുക്കിനി ആവറേജ് റേറ്റിന്റെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നേരത്തെ ഒബ്സർവേഷൻ വെച്ച് നമ്മൾ വരച്ച ഒരു ഗ്രാഫാണിത്. 0 ടൈം, എക്സ് ആക്സിസിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ടൈം കൂടും, ഇത് y ആക്സിസ്, അവിടെ കോൺസെൻട്രേഷൻ, ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ നമ്മൾ നോട്ട് ചെയ്തു, ആ കോൺസെൻട്രേഷൻ ഉള്ള സമയം ഉണ്ടായിരുന്നു, അത് T1, അല്ലെങ്കിൽ തിരിച്ചു പറയാം, T1 സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ് R1, T2 സമയത്തുള്ള കോൺസെൻട്രേഷൻ നമ്മൾ നോക്കി, ദാറ്റ് ഈസ് R2. എങ്കിൽ ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു -(Δr/Δt). മൈനസ് അറിയാം, സമയം കഴിയും തോറും കോൺസെൻട്രേഷൻ കുറയും എന്ന് കാണിക്കാനാണ് മൈനസ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ Δr എന്ന് പറയുന്നത്? R2 - R1, അതിവിടെ കാണിച്ചിട്ടുണ്ട്. R2 - R1/T2 - T1. ഇതാണ് ആവറേജ് റേറ്റ്. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ നോട്ടിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ റിയാക്റ്റൻസ് അറ്റ് 2 different times. 2 സമയം. അപ്പോഴുള്ള കോൺസെൻട്രേഷൻ എൻ്റെ ഉണ്ട്. T1 സമയത്തുള്ളത് R1, T2 സമയത്തുള്ളത് R2. എങ്കിൽ നമുക്ക് ആവറേജ് റേറ്റ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആൾസോ. ഇതിൽ R2 - R1 ആണ് Δr എന്നും T2 - T1 ആണ് Δt എന്നും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനിലേക്ക് വരാം. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ, നമ്മൾ നേരത്തെ വരച്ച നേരത്തെ നമ്മൾ പഠിച്ച സെയിം പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേരത്തെ കാണിച്ച സെയിം ഗ്രാഫ്, കോൺസെൻട്രേഷൻ ഉണ്ട്, ടൈം ഉണ്ട്, ഇത് സ്റ്റാർട്ടിങ് ടൈമാണ്. ഇങ്ങനെ റിയാക്ഷൻ ഇങ്ങനെ സമയം കഴിയും തോറും കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. ഇനി എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുമ്പോൾ, ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഒരു വളരെ ചെറിയ സമയം. ഇപ്പോൾ ഒരു റിയാക്ഷൻ നടന്ന് ഇങ്ങനെ 0 മുതൽ 40 വരെയുള്ള റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വന്നത്, നിങ്ങൾക്കറിയാം 40 മിനിറ്റ് വരെയുള്ളത്. അതിൽ എനിക്ക് ഒരു 23ാമത്തെ മിനിറ്റുള്ള റേറ്റ് കണ്ടുപിടിക്കണമെന്ന് വെച്ചോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം അല്ലേ, ആ 23ാമത്തെ മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനിടയിൽ ടൈം ഇന്റർവെൽ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് വളരെ ചെറിയ ടൈം ഇന്റർവെൽ ആണ്. അത് പോട്ടെ, ആ പ്രത്യേക ടൈം ഇന്റർവെല്ലിലെ റേറ്റ് കണ്ടുപിടിച്ചാൽ ആ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ 23ാമത്തെ മിനിറ്റിനാണ് ഞാൻ T എന്ന് സൂചിപ്പിച്ചെന്ന് വെച്ചോ. എങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഗ്രാഫിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. ലൈൻ വരച്ചിട്ട് അതിന്റെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ അതിന്റെ y ആക്സിസിൽ കിട്ടുന്നത് dr-ഉം x ആക്സിസിൽ കിട്ടുന്നത് dt-യുമാ. എങ്കിൽ dr/dt വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. സോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു -(dr/dt). അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന് നമ്മൾ d എന്നും നമ്മൾ ആവറേജ് റേറ്റ് വന്നപ്പോൾ ഡെൽറ്റ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു -(dr/dt). അപ്പം സെയിം ഗ്രാഫ് തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ടൈമിൽ നിന്ന് വേണമോ നിങ്ങൾക്ക് റേറ്റ് കണ്ടുപിടിക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഓക്കെ, thus the reaction rate measured in an infinitesimally small interval of time is called instantaneous rate of reaction. It can be determined graphically by drawing a tangent at time t on either the curves for concentration of R and P. R എന്ന് ഉദ്ദേശിച്ച റിയാക്റ്റൻസും P എന്ന് ഉദ്ദേശിച്ചത് പ്രോഡക്ട്സ്. നമ്മളിവിടെ പഠിച്ചത് മൊത്തം റിയാക്റ്റൻസ് വെച്ചാണ്, അതാണ് R എന്ന അക്ഷരം ഉപയോഗിച്ചത്. പ്രോഡക്ട്സ് ആയിരുന്നെങ്കിൽ R-ന് പകരം P എന്ന അക്ഷരം ഉപയോഗിക്കും. That is only difference. And the instantaneous rate R instantaneous is equal to -(dr/dt). That is all.
ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി ടെക്സ്റ്റിലെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അതൊന്നുകൂടെ നിങ്ങൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച കാര്യവും ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ പഠിച്ചത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രോഡക്ട്സ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഇനി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആവട്ടെ പ്രോഡക്ട്സ് ആവട്ടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മോൾസ് പെർ ലിറ്ററിലും സമയം സെക്കൻഡോ മിനിറ്റോ അവറോ ഏതിൽ വേണോ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ യൂണിറ്റ് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. നിങ്ങൾ ഏറ്റവും മുകളിലത്തെ ഇക്വേഷൻ നോക്കിയേ. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷന് പകരം മോൾസ് പെർ ലിറ്റർ എന്ന് കൊടുക്കുകയാണ്. ഇനി സമയത്തിന് പകരം നമ്മൾ സെക്കൻഡ് കൊടുത്താൽ ആ സെക്കൻഡ് കൂടെ മുകളിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആവും. അപ്പോൾ ഏറ്റവും അടിയിൽ നോക്കിയേ യൂണിറ്റ് എന്ത് വരും? മോൾ പെർ ലിറ്ററിന് പകരം മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഇനി സെക്കൻഡ് മോളിൽ കൊണ്ടുവെക്കുമ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റിയാക്റ്റൻസോ പ്രോഡക്ട്സോ ആരോ ആയിക്കോട്ടെ, അത് ഗ്യാസസ് ആണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന മോൾസ് പെർ ലിറ്ററിലല്ല, അത് പാർഷ്യൽ പ്രഷർ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ യൂണിറ്റ് മോൾസ് പെർ ലിറ്ററിന് പകരം ATM എന്ന് വരും. അങ്ങനെ വരുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ATM സെക്കൻഡ് ഇൻവേഴ്സ് എന്നായിട്ട് മാറും. ഓക്കെ, consider a general reaction AA plus BB gives CC plus DD. അതിൽ എയും ബിയും സിയും ഡിയും നമുക്കറിയാം, നേരത്തെ പരിചയപ്പെട്ടതാണ്, സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, എങ്കിൽ റേറ്റ് ലോ എന്ത് പറയുന്നു എന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗത തീരുമാനിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിന് ഇപ്പോൾ ബിരിയാണി കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുകയാണ്, പ്ലേറ്റിനകത്ത് നിറച്ച് വെച്ചിട്ട് നിങ്ങളെ തുറന്നു വിടുകയാണെങ്കിൽ നിങ്ങൾ ആ മുറിക്കുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അവിടെ ചെന്നിരുന്ന് ഉടനെ അങ്ങോട്ട് തീറ്റി തുടങ്ങും. നേരെ മറിച്ച് ബിരിയാണി കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചോ, അപ്പോൾ കയറ്റുന്നതിന് മുന്നേ പറഞ്ഞിരിക്കുകയാണ് ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചിട്ടേ പോകാവൂ, അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഉള്ളതിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ കഴിക്കണം, ഇപ്പോൾ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ നോക്കുമ്പോൾ പ്ലേറ്റിനകത്ത് കുറച്ച് ബിരിയാണിയേ ഉള്ളൂ എന്ന് വെച്ചോ, നിങ്ങൾ എങ്ങനെ കഴിക്കും? വളരെ ആസ്വദിച്ച് പതുക്കെ കഴിക്കും. കാര്യം പെട്ടെന്ന് കഴിച്ച് തീർന്ന് കൈയും വിരലും ഉറിഞ്ചിയിട്ട് അവിടെ ഇരുന്നാൽ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വളരെ പതുക്കെ കഴിക്കും. അവിടെ ആ റേറ്റ് തീരുമാനിച്ചത്, അതായത് ബിരിയാണി കഴിക്കുന്നതിൻ്റെ വേഗത തീരുമാനിച്ചത് ബിരിയാണിയുടെ അളവാണ്. അതുപോലെ റേറ്റ് ലോ പറയുന്നത് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അപ്പോൾ എന്താ റിയാക്റ്റൻസ് വരുന്നത്? A റൈസ് ടു X ഇൻറ്റു B റൈസ് ടു Y. അപ്പോൾ ഇവിടെ പങ്കെടുത്ത റിയാക്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്നാണ് എന്ത് പറഞ്ഞത്? റേറ്റ് ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഈ എക്സും ഒയും എവിടെ നിന്ന്? അപ്പോൾ എക്സും ഒയും എവിടെ നിന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ദെൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റൈസ് ടു X ഇൻറ്റു B റൈസ് ടു Y. അപ്പോൾ K എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റന്റ് എന്നാണ്. റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ പിന്നീട് ഒരുപാടെടുത്ത് പഠിക്കേണ്ടി വരുന്ന ഒരു ടേമാണ് റേറ്റ് കോൺസ്റ്റന്റ്. അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ദെൻ റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. അതനുസരിച്ച് മൈനസ് ഓഫ് dr/dt. സമയം കഴിയും തോറും കോൺസെൻട്രേഷൻ കുറയും എന്നുള്ളത് കൊണ്ടാണ് മൈനസ് കൊടുത്തത്. റിയാക്റ്റൻസിന് വേണ്ടിയാണ് ജനറൽ ആയിട്ട് R എന്ന് കൊടുത്തിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റൈസ് ടു X ഇൻറ്റു B റൈസ് ടു Y. ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. Thus, this form of equation is known as differential rate equation and K is a proportionality constant called rate constant. ഈ ഇക്വേഷൻ വിച്ച് റിലേറ്റ്സ്, ഈ ഇക്വേഷൻ എന്ത് കാണിക്കുന്നു? റിലേഷൻ കാണിക്കുന്നു. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നോക്ക്, എന്ത്? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ടു ദ
കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ്, എയും ബിയും റിയാക്ടൻസ് ആണ്. ആ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷനും റേറ്റും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ ഓർ റേറ്റ് എക്സ്പ്രഷൻ. എന്താ വിളിക്കുന്നതിനെ? റേറ്റ് ലോ എന്നോ റേറ്റ് എക്സ്പ്രഷൻ എന്നോ. അപ്പൊ ഒന്നുകൂടെ നോക്ക്. ദ ഇക്വേഷൻ വിച്ച് റിലേറ്റ്സ് the rate of a reaction to the concentration of the reactants is called a rate law or rate expression. Thus, the rate law or rate expression is defined as the expression in which, അപ്പോൾ എന്താ പറയുന്നത്? റേറ്റ് ലോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ആണ്. in which റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ്, റിയാക്ഷൻ റേറ്റ് എങ്ങനെ നൽകും? ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് വിത്ത് ഈച്ച് ടേം റൈസ്ഡ് ടു സം പവർ. നോക്ക്, ഓരോ ടേമിന്റെ മണ്ടയിൽ എന്തുണ്ട്? സം പവർ. ഇവിടെ കണ്ട, എയുടെ മണ്ടയിൽ എക്സ് ഉണ്ട്, ബിയുടെ മണ്ടയിൽ ഒയ് ഉണ്ട്. സം പവർ വിച്ച് മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എങ്ങനെയാ പറയുന്നത്? വിച്ച്, ഈ സംഖ്യ ഉണ്ടല്ലോ, ഈ പവർ ഉണ്ടല്ലോ, വിച്ച് മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. ഈ ടേംസ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റിന് ഈക്വൽ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പൊ എപ്പോ ഈക്വൽ ആവും, എപ്പോൾ ഈക്വൽ ആവത്തില്ല എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇത് കൺക്ലൂഡ് ചെയ്യാം. ദസ് റേറ്റ് ലോ ഈസ് ദ എക്സ്പ്രഷൻ. റേറ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പ്രഷൻ ആണ്. ഇൻ വിച്ച് ദ റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ. റിയാക്ഷൻ റേറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് വിത്ത് ഈച്ച് ടേം, ഓരോ ടേമിന്റെ മണ്ടയിലും ഈച്ച് ടേം റൈസ്ഡ് ടു സം പവർ, ഓരോന്നിന്റെ മണ്ടയിൽ എന്തുണ്ട്? സം പവർ ഉണ്ട്. വിച്ച് മേ ഓർ മേ നോട്ട് ബി സെയിം ആസ് ദ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ ഇക്വേഷനിലെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റിനോട് ഈക്വൽ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യുന്ന പവറോട് കൂടി നമ്മൾ റേറ്റിനെ മോളാർ കോൺസെൻട്രേഷൻ വെച്ച് എക്സ്പ്രസ് ചെയ്താൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് ലോ. ഓക്കെ, ഇനി എക്സ് വൈ എന്ന ടേം സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എ, ബി ഇവരോട് ഈക്വൽ ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, എപ്പോഴാണ് ഈക്വൽ ആകാത്തതെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകും.